പേജ് പോയിട്ട്. അപ്പോൾ നമ്മൾ ആനുവൽ എക്സാമിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ദോഹ അല്ലേ. നമുക്ക് കബീർ ദാസിൻ്റെ കുറച്ചൊരു 4-5 ദോഹകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ദോഹകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്രിസ്മസ് എക്സാം എടുത്താലും നിങ്ങളുടെ മോഡൽ എക്സാം എടുത്താലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ കബീർ ദാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വളരെ മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കബീർ ദാസിൻ്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ദോഹയിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒന്നൊക്കെ നോക്കാം. ओके तो നോക്കിക്കോളൂ. കബീർ ദാസ് का जन्म 1398 ईस्वी को കാശി കാശിയിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹം മരിച്ചത് 1518 മഗഹറിലാണ് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ് ബീജക് സാഖി സബദ് രമായിനി. ഏതൊക്കെയാണ്? ബീജക് സാഖി സബദ് രമായിനി. അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ കബീർ ദാസിനെ കുറിച്ച് ഒരു 3 സെന്റൻസെങ്കിലും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഭക്തികാലിൽ ഒരു കവിയാണെന്ന് പഠിക്കാം. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് പറയാം അല്ലെ. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളിൽ 1-2 പഠിക്കാം. അതെന്തായാലും പഠിച്ചു വെക്കുക. എന്താന്ന് വെച്ചാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. കബീർ ദാസിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്ന രസമായിട്ട് പഠിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു രസമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നോക്കിക്കോളൂ, അദ്ദേഹത്തിന്റെ വിശേഷതകൾ, സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്തികാൽ കെ നിർഗുൺ ജ്ഞാനാശ്രയി കവി. ഭക്തികാലിലുള്ള ഒരു നിർഗുൺ ജ്ഞാനാശ്രയി ആ ഒരു ശാഖയിൽ വരുന്ന ഒരു കവിയാണ്. ഏകേശ്വരവാദിയാണ് അല്ലെ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. മാനവതാക്കെ പ്രവർത്തകാണ്. അതുപോലെ സന്ത് ഏവം സമാജ സുധാരകാണ് അല്ലെ. സോഷ്യൽ റിഫോം ചെയ്യാനായിട്ട്, ഒരു സോഷ്യൽ റിഫോമർ ആയിട്ട് നിന്നിട്ടുള്ള ഒരു കവിയാണ്. ഒരു പ്രോഗ്രസീവ് റൈറ്റർ ആണ്. സച്ചായി കോ സബ്സെ ശ്രേഷ്ഠ ഹത്യാർ മാന്യവാല. സത്യത്തെ ഏറ്റവും വലിയ ആയുധമായിട്ട് കണ്ടിട്ടുള്ള ഒരു കവി കൂടിയാണ് കബീർ ദാസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ദോഹകളിൽ വളരെ രസകരമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നമ്മുടെ 2025 ഒരുപാട് ആനുകാലിക പ്രസക്തി ഉള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രത്തോളം രസകരമായിട്ടാണ് അല്ലെ, എത്രത്തോളം ജ്ഞാനമുണ്ടായിരുന്ന, എത്രത്തോളം സമകാലികനായിട്ടുള്ള പ്രാസംഗികതയോട് കൂടിയിട്ടാണ് അദ്ദേഹം അല്ലെ. പ്രാസംഗികമാണ്, ഇപ്പോഴും അത് ആനുകാലിക പ്രസക്തി ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദോഹ നോക്കാം. ബുരാ ജോ ദേഖൻ മേ ചലാ ബുരാ ന മിലിയാ കോയി ജോ ദിൽ ദേഖാവ് ആപ്നാ മുജ്സാ ബുരാ ന കോയി. എന്താ പറയുന്നത്? ബുരാ ജോ ദേഖൻ മേ ചലാ അല്ലെ. കുറ്റങ്ങൾ തിരയാനായിട്ട് അല്ലെ, മോശം കാര്യങ്ങൾ തിരയാനായിട്ട് ഞാൻ പോയി, ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടന്നു അല്ലെ. ബുരാ ജോ ദേഖൻ മേ ചലാ. മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റങ്ങൾ തിരയാനായിട്ട് ഞാൻ നടന്നു. ബുരാന മിലിയാ കോയി. പക്ഷേ മോശമായിട്ടുള്ള അല്ലെ കുറ്റങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ജോ ദിൽ ഖോജോ ആപ്ന. ഞാൻ ഇങ്ങനെ കുറ്റം തെരഞ്ഞ് എല്ലായിടത്തും നടന്നു, പക്ഷെ എവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് മുജ്സാ ബുരാന കോയി, എന്നെക്കാളും കുറ്റക്കാരനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളൊരു ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ എന്താണ് നമ്മുടെ കബീർദാസ് പറയുന്നത്? നോക്കിക്കോളൂ, കബീർദാസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. കബീർദാസ് ഭക്തികാൽ കെ ഭക്തി ശാഖ കെ സർവശ്രേഷ്ഠ സന്ത് കവി ഥേ. നമ്മൾ പറയാണ് ദോഹയുടെ ഭാവാർത്ഥം എഴുതുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഭാവാർത്ഥം എഴുതുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആ ഒരു ദോഹ തന്നിട്ടുണ്ടാവുമല്ലോ. ആ ദോഹ 2 ലൈനിലെ ദോഹയല്ലേ ഉള്ളൂ, അത് അതുപോലെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതി വയ്ക്കാം. നല്ല മക്കളായിട്ട് എഴുതുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിൾ കാര്യമാണല്ലോ. നമുക്ക് ഏത് ദോഹയുടെ ഭാവാർത്ഥമാണോ, അർത്ഥമാണോ അല്ലെ ആശയമാണോ എഴുതാൻ വന്നിട്ടുള്ളത്, ആ ദോഹ അതുപോലെ ഒന്ന് എടുത്ത് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആ ദോഹ എഴുതിയിട്ടുള്ള കബീർദാസിനെ കുറിച്ചായിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, കബീർദാസ് ഭക്തികാലിലുള്ള ഒരു ഭക്തിശാഖയിലെ ഒരു സർവശ്രേഷ്ഠനായിട്ടുള്ള ഒരു കവിയായിരുന്നു. കബീർദാസ് कहते हैं जब मैं दूसरे व्यक्तियों में बुराई ढूंढने निकला तो कोई की बुरे व्यक्ति को नहीं मिला. ഞാൻ ബാക്കിയുള്ള ആളുകളിൽ കുറ്റങ്ങൾ തിരയാനായിട്ട് നടന്ന സമയത്ത് ബുരേ വ്യക്തിക്കോ നഹി മില, എനിക്ക് കുറ്റക്കാരനായിട്ടില്ല അല്ലെങ്കിൽ മോശപ്പെട്ട ഒരാളെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. जब मैं अपने दिल में खोजा तब पता चला कि मुझसा बुरा और कोई नहीं. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ, എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയ സമയത്ത് എന്നെക്കാളും മോശക്കാരനായിട്ട് ആരുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഞാൻ എത്തി.
ओके प्रस्तुत दोहे से कबीरदास एक बड़े तत्व की ओर इशारा करते हैं कि दूसरों की बुराइयां ढूंढने के पहले हमें जो बुराइयां है उनको सुधारना चाहिए. നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കുറ്റം തെരഞ്ഞു നടക്കുന്ന സമയം കൊണ്ട് നമ്മളെ ഉള്ളിലേക്കൊന്ന് ചെകഞ്ഞ് നമ്മളെ ഉള്ളിലെ കുറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നമുക്കൊന്ന് നന്നാവാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കാം. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് അവരിൽ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, അവരുടെ കുറ്റങ്ങളൊന്നും തെരഞ്ഞു പോകണ്ട. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, നമ്മളാണ് ഏറ്റവും വലിയ കുറ്റക്കാര്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും അല്ല. നോക്കിക്കോളൂ, अपने को पहचानने वाला ही सच्चा ज्ञानी है. സ്വന്തം തിരിച്ചറിയുന്ന അല്ലെ, സ്വയം തിരിച്ചറിയുന്ന ആളാണ് ഏറ്റവും വലിയ ജ്ഞാനി എന്നാണ് പറയുന്നത് അല്ലെ, അറിവുള്ള ആള് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദോഹയിലേക്ക് വരികയാണ്. നോക്കാം. लघुधा से प्रबुधा मिले, प्रबुधा से प्रभु दूरी, ചീണ്ടിയിലെ ശക്കർ ചലി ഹാത്തി കെ സിർ ധൂലി. അപ്പൊ നമ്മളോട് പറയാണ് ലഘുധാ സെ പ്രബുധാ മിലെ, വിനയത്തിലാണ് ദൈവികതയുള്ളത് അല്ലെ. നമ്മൾ എപ്പോഴും വിനയത്തോടു കൂടി നിൽക്കുകയാണ്, അഹങ്കാരം ഒന്നും ഇല്ലാതെ വിനയത്തോടു കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ട് അല്ലെ, ദൈവം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അവിടെ പ്രബുധാ സെ പ്രഭു ദൂരി, പ്രബുധ അതായത് നമ്മൾ അഹങ്കാരം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമ്മൾ വിനയത്തോടു കൂടി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും. അല്ലാതെ നമ്മൾ അഹങ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ദൈവം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ചീണ്ടിയിലെ ശക്കർ ചലി ഹാത്തി കെ സിർ ധൂരി. നമ്മുടെ ഉറുമ്പുകള് മധുരം കണ്ടാൽ അല്ലെ, ഒരു ചെറിയ പഞ്ചസാര തരി കണ്ടാൽ പോലും നമ്മുടെ ഉറുമ്പുകൾ അതും ചുമന്ന് ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ വലിയ മൃഗമാണ് ആന. പക്ഷെ ആനയുടെ തലയിൽ എപ്പോഴും പൊടിയാ, അതൊന്നും കൊണ്ടുപോകാറ് പോലും ഇല്ല. അപ്പൊ നോക്കിക്കോ, പറഞ്ഞു ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് കബീർദാസിനെ കുറിച്ച് ആയിരിക്കണം. നോക്കിക്കോളൂ. കബീർ कहते हैं कि ലഘുത അതായത് വിനമ്രത സേ പ്രബുധ മിൽതാ ഹെ. നമ്മളോട് പറയാണ് വിനയമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ തിരിച്ചറിയാൻ അല്ല ദൈവത്തെ ഉണ്ടാവുള്ളൂ. അഹങ്കാർ സേ പ്രഭു ദൂർ ഹോ ജാതാ ഹെ. ആരാണോ അഹങ്കരിക്കുന്നത്, എന്തിനാ അഹങ്കരിക്കുന്നത് അല്ലെ, ആ അഹങ്കരിക്കുന്ന ആളിൽ നിന്ന് ദൈവം ദൂരോട്ട് പോവാണ് അല്ലെ, അകലങ്ങളിലേക്ക് പോവുകയാണ്. യഹ പ്രബുധാ കാ ദോ അർത്ഥ ഹെ, ഹാത്തി ബഡാ ഹെ, ആന വലുതാണ്, ഫിർ ഭി ഉസ്കെ സിർ പർ ധൂൽ ഹമേശ ഡാൽത്താ ഹെ അല്ലെ, അതിന്റെ തലയിൽ എപ്പോഴും പൊടി ഉണ്ടാവാറുണ്ട്. ഹാത്തി അഹങ്കാർ കാ പ്രതീക് ഹെ. ഹാത്തി ആന എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. ചീണ്ടി ചോട്ടെ ഹോക്കർ ബി, ഉറുമ്പ് ചെറുതാണെങ്കിൽ പോലും ശക്കർ യാനി മധുർ ലേക്കർ ചൽത്താ ഹെ അല്ലെ, ആ ഒരു ശർക്കര തരിയും കൊണ്ടാണ് അതിങ്ങനെ പോകാറുള്ളത്. ചീണ്ടി സാദഗി യാ വിനമ്രത കാ പ്രതീക് ഹെ അല്ലെ, സിംപ്ലിസിറ്റിയുടെ വിനയത്തിന്റെയും പ്രതീകമാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. स्वयं को विनम्र और लघु बनाकर रखने से ही ईश्वर की प्राप्ति होती है. നമ്മൾ എപ്പോഴും വളരെ സിമ്പിൾ ആവണം, വിനയത്തോടു കൂടി നിൽക്കണം. അങ്ങനെ വിനയത്തോടും സിമ്പിളും ആയിട്ട് വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂടെ മാത്രമേ പ്രഭു അതായത് ദൈവം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അഹങ്കാരം കൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന ആളുടെ കൂടെ ദൈവം ഉണ്ടാകില്ല. അങ്ങനെ അഹങ്കരിക്കുന്ന ആളുകളിൽ നിന്ന് ദൈവം ദൂരോട്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദോഹയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ ദോഹയിലേക്ക് പോവാം. ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേ ന കോയി, ജോ സുഖമേ സുമിരൻ കരേ തോ ദുഃഖ് കാഹേ ഹോയി. നമ്മളോട് പറയാണ് നമ്മൾ എപ്പോഴാ ദൈവത്തെ ആലോചിക്കാറുള്ളത്? നമ്മുടെ ലൈഫിൽ സുഖവും സന്തോഷവും ദുഃഖവും ഒക്കെ വരാറുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും കൂടുതൽ ആലോചിക്കുന്ന ദുഃഖം വരുന്ന സമയത്താണ് ദൈവത്തിന് അല്ലെ. ഭയങ്കര ദുഃഖമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും ദുഃഖങ്ങളൊക്കെ തന്നത് അല്ലെ, എനിക്ക് എന്തിനാ അതൊക്കെ. പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദൈവമേ നീ എനിക്കിതൊക്കെ തന്നു, നന്ദി, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേ ന കോയി. ദുഃഖം വരുമ്പോൾ എല്ലാവരും ദൈവത്തെ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്. ദുഃഖത്തിൽ സുഖത്തിൽ ആരും ഈശ്വരനെ ഓർക്കുന്നില്ല. ജോ സുഖമേ സുമിരൻ കരേ തോ സുഖ കാഹേ ഹോയി. സുഖത്തിലും ദൈവത്തെ ആലോചിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും മാത്രം ദൈവത്തെ ആലോചിച്ചാൽ പോരാ, സുഖമുള്ള സമയത്ത് നമ്മൾ ആലോചിക്കണം. അപ്പൊ സുഖമുള്ള സമയത്ത് മനുഷ്യന്മാർ അതായത് ദൈവത്തെ ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും എന്നാ പറയുന്നത്? അവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോളൂ. കബീർദാസ് कहते हैं कि दुख में हम सब ईश्वर का स्मरण करते हैं. കബീർദാസ് പറയാണ് നമ്മൾ ദുഃഖത്തിൽ എല്ലാവരും ദൈവത്തെ സ്മരിക്കാറുണ്ട്. लेकिन सुख के अवसर पर कोई भी ईश्वर का स्मरण नहीं करता है. പക്ഷേ സുഖമുള്ള അവസരങ്ങളിൽ അല്ലെ, സന്തോഷമുള്ള സമാധാനമുള്ള അവസരങ്ങളിൽ നമ്മൾ ആരും തന്നെ ദൈവത്തെ സ്മരിക്കാറില്ല.
പറയാറില്ല. കവി പൂछते हैं कि जो लोग सुख में ईश्वर का स्मरण करते हैं तो उनको सुख दुख कैसे होगा. അപ്പൊ നമ്മളോട് പറയാണ് സുഖത്തിലും ദൈവത്തെ ആലോചിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക. അർത്ഥാത് ഹമേശാ ഈശ്വർ സ്മരൺ മേ രഹനെ വാലോं को दुख कभी नहीं होता. എപ്പോഴും ദൈവത്തെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. യഹാം ജീവൻ മേ ഈശ്വർ സ്മരൺ की जरूरत कवि हमें सिखाते हैं. ഇവിടെ ദൈവത്തിനെ സ്മരിക്കേണ്ടതിന്റെ ആ ഒരു ജറൂറത്ത്, ആ ഒരു ആവശ്യമാണ് കവി ഇവിടെ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. സച്ചി ആധ്യാത്മികത के मूल्य पर कवि यहाँ पर बल देते हैं. ശരിക്കും നമ്മുടെ സത്യമായിട്ടുള്ള അല്ലെ എങ്ങനെയാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ ഒരു ദോഹ വന്നിട്ടുള്ളത്. സുഖ ഓർ ദുഃഖ മേ ബി ഈശ്വർ കാ സ്മരൺ കർനാ ചാഹിയെ. നമ്മൾ സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ദൈവത്തെ സ്മരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സുഖത്തിൽ മാത്രം അല്ലെങ്കിൽ ദുഃഖത്തിൽ മാത്രം ദൈവത്തെ ആലോചിച്ചാൽ പോരാ. സുഖത്തിലും നമ്മൾ ദൈവത്തിനെ സ്മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ അടുത്ത് കബീർദാസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത നോക്കിക്കോളൂ. അടുത്ത ദോഹയാണ് കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി ന ഹോയ് ഭക്തി കരേ കോയി സർമാ ജാതി ഭരണ കുല ഖോയ്. അപ്പൊ എന്താണ് ഈ കാമി ക്രോധി? കാമി എന്ന് പറഞ്ഞാൽ മോശം സ്വഭാവക്കാരായിട്ടുള്ള അല്ലെ ദുസ്വഭാവമുള്ള ആള്. ക്രോധി പറഞ്ഞാൽ ക്രോധ് എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമുള്ള ആള്. ലാലച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയുള്ള കൊതിയുള്ള ആള്. ഇത്തനെ ഭക്തി ന ഹോയ് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ദുസ്വഭാവക്കാര്, ഭയങ്കര ദേഷ്യമുള്ള ആള്, അതുപോലെ കൊതിയനായിട്ടുള്ള ആർത്തിയുള്ള ആളുകളൊന്നും ഭക്തരല്ല എന്നാണ് പറയുന്നത്. ഭക്തി കരേ കോയി സർമാ ജാതി ബർൺ കുൽ ഹോയ്. ജാതിയും നിറവും കുലവും ശ്രദ്ധിക്കാത്തവനാണ് ധീരൻ. അവന്റെ മനസ്സിലാണ് യഥാർത്ഥ ഭക്തി ഉള്ളത് അല്ലെ. മനുഷ്യന്മാരെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ വിവേചിപ്പിച്ച് വെക്കുന്ന സമയത്തല്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആലോചിക്കുക, മനുഷ്യന്മാരല്ലേ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത എല്ലാവരും മനുഷ്യന്മാരാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളാണ് യഥാർത്ഥ ഭക്തിയുള്ള ആളുകൾ, യഥാർത്ഥ ഭക്തൻ എന്നാണ് പറയുന്നത്. അല്ലാതെ ഭയങ്കര ദേഷ്യമുള്ള അല്ലെ, ഭയങ്കര ദേഷ്യമുള്ള ആളാണെങ്കിലും ദുസ്വഭാവമുള്ള ആളാണെങ്കിലും അതുപോലെ ആർത്തിയുള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളൊന്നും മാനുഷിക സ്വഭാവങ്ങളുള്ള ആളുകളൊന്നും ഭക്തിയുള്ള ആളുകളല്ല എന്നാ പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, കബീർദാസ് जी कहते हैं कि कामी क्रोधी और लालची ऐसे व्यक्तियों से भक्ति नहीं हो पाती. भक्ति तो कोई सुरमा ही नहीं कर सकता है जो अपनी जाति कुल वर्ण आदि का परवाह नहीं करता है. അതെ, നമ്മുടെ ജാതിയുടെയോ കുലത്തിന്റെയോ അതുപോലെ വർണ്ണത്തിനെയോ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ദൈവത്തിന് അല്ലെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ ഭക്തർ എന്നാണ് പറയുന്നത്. ശൂർ വ്യക്തി കിസി തരഹ കാ കോയി ഭേദ ഭാവ് നഹീ രഖ്താ ഹൈ. ശൂരനായിട്ടുള്ള, വീരനായിട്ടുള്ള, ധീരനായിട്ടുള്ള വ്യക്തി ഒരിക്കലും ഒന്നിനെ കുറിച്ച് ഒരു വിവേചനം വെക്കില്ല അല്ലെ. എല്ലാവരും അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, അപ്പൊ കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി ന ഹോയി ഭക്തി കരേ കോയി സർമാ ജാതി ബർൺ കുൽ ഖോയ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കാമി ക്രോധി ലാൽച്ചി എന്നുള്ള വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാക്കുക, ദേഷ്യമുള്ള ആള്, അതുപോലെ ദുസ്വഭാവമുള്ള ആള്, അതുപോലെ ആർത്തി പിടിച്ച ആള് എന്ന് മനസ്സിലാക്കി വെച്ച് അർത്ഥം മനസ്സിലാക്കി എന്തായാലും എല്ലാവരും എഴുതുക. അടുത്ത നോക്കിക്കോളൂ. സായി इतना दीजिए जामे कुटुंब समाय मैं भी भूखा न रहूं साधु न भूखा जाए. എന്താ പറയുന്നേ? സായി ഇത്തനാ ദീജിയേ, ദൈവമേ എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളത് ജാമേ കുടുംബ സമായി മാത്രം നീ എനിക്ക് നൽകിയാൽ മതി. മേ ഭി ഭൂഖാ ന രഹു, എനിക്കും അല്ലെ സാധു ന ഭീഖാ ജായ്. അപ്പൊ എന്താ പറയുന്നത്? എനിക്ക് എന്ത് തരണം? എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളത് നീ എനിക്ക് നൽകണം. അതിലൂടെ ഞാനും വിശപ്പ്, എൻ്റെ വിശപ്പും അകറ്റും, അതുപോലെ എൻ്റെ ചുറ്റുമുള്ള സാധുജനല്ലേ, സാധാരണക്കാരായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ വിശപ്പ് അകറ്റാനും എനിക്ക് സാധിക്കും എന്ന് പറയുന്നു. നോക്കാം, കബീർദാസ് ഈശ്വർ സെ പ്രാർത്ഥന करते हैं. കബീർദാസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, हे ईश्वर आप हमें इतना धन दीजिए कि अपने कुटुंब को हम संरक्षण कर सकते. എനിക്ക് എത്ര ധനം തരണം, എനിക്ക് എത്ര കാര്യങ്ങൾ തരണം, ധനം തരണം എന്നാണ് പറയുന്നത്. എൻ്റെ കുടുംബം സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ധനം നൽകണേ. കബീർദാസ് ये प्रार्थना भी करते हैं कि हे भगवान आपका आशीर्वाद हो कि साधु लोग भी भूखा न रह जाए और मैं भी भूखा न रह जाए. ആരും വിശന്നിരിക്കാനില്ലാത്തൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരുടെയും വിശപ്പകറ്റാനുള്ള ധനം നൽകാനുള്ള ശ്രമം നടത്തണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. दूसरों की कष्टताओं पर ध्यान रखने के बारे में धनार्जन के पीछे दौड़ने वालों की आलोचना में कभी यहाँ बताते हैं.
എന്താണ് ബാക്കിയുള്ള ആളുകളുടെ കഷ്ടതകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ ധനാർജൻ കെ പീച്ചെ അല്ലെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഓട്ടത്തിനിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ നമ്മുടെ കബീർദാസ് പറഞ്ഞിട്ടുള്ളത്. ദൂസരോं की കഷ്ടതാओं पर ध्यान रखना ही हमारा कर्तव्य है. ബാക്കിയുള്ള ആളുകളുടെ കഷ്ടതകളിലേക്ക് അത് ധ്യാൻ രക്കുന്ന അത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് എന്നാണ് നമ്മുടെ കബീർദാസ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ദോഹകളാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പഠിക്കാനുള്ളത്. നമ്മുടെ കബീർദാസിന്റെ 5 ദോഹങ്ങൾ നിങ്ങൾ പഠിച്ചു. അപ്പൊ ദോഹ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ ദോഹ ഏതാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ആ ദോഹ അതുപോലെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ നോക്കുക. എക്സ്പ്ലനേഷൻ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കബീർദാസിനെ കുറിച്ച് എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒരു 3-4 ലൈനിൽ എഴുതുക. അതിനുശേഷം കബീർദാസ് ഭാവാർത്ഥമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആശയം കൂടെ വ്യക്തമാക്കി തന്നെ എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. കബീർദാസിന്റെ 5 ദോഹകളും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ട് തന്നെ എല്ലാവരും എക്സാമിന് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ എജുപോർട്ടിന്റെ കൂടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് നല്ല ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Bye bye.